ഹായ് നമസ്കാരം. ഞാനെന്നുള്ളത് പുത്തൻകുളത്താണ്. നമ്മുടെ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം അടഞ്ഞു കിടക്കുന്ന പുത്തൻകുളം പൊതു മാർക്കറ്റിൻ്റെ തുറക്കലുമായി ബന്ധപ്പെട്ട ഒരു പൊതുയോഗം ഇന്ന് പഞ്ചായത്ത് അധികൃതരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ചന്ത അങ്കണത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് അഭിപ്രായങ്ങൾ, നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ എന്താണ്, പഞ്ചായത്തിൻ്റെ പക്ഷത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ എന്താണ്, ഇത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ അതോ തുടർന്ന് ക്ലോസ് ചെയ്തിടാനാണോ തീരുമാനം എന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിയാം. ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ ഈ പൊതുയോഗം ആരംഭിക്കും. എല്ലാ പുത്തൻകുളം നിവാസികൾക്കും ഈ പൊതുയോഗത്തിലേക്ക് സ്വാഗതം. നമുക്കെന്തായാലും നമ്മുടെ പൊതുയോഗം ആരംഭിക്കാം. അപ്പം വിഷയം വിശദമായിട്ട് പറയേണ്ട എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണല്ലോ. കാലാകാലങ്ങളായി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പുത്തൻകുളം മാർക്കറ്റ് എന്തോക്കെ അവിചാരിത കാരണങ്ങളാൽ നമ്മളൊരു 3 വർഷമായിട്ട് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്രദമായിരുന്ന ഒരു മാർക്കറ്റായിരുന്നു. നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കാനും അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാനും ഒക്കെ വലിയ സൗകര്യം ഉണ്ടായിരുന്നൊരു മാർക്കറ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം ഇത് വീണ്ടും പഴയതുപോലെ നമുക്കൊന്ന് പുനർപ്രവർത്തനം നടത്തിയെടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അവർ നമ്മുടെ പഞ്ചായത്തിൽ സമീപിക്കുകയും നമ്മുടെ പരിസരവാസികൾക്കെല്ലാം വളരെയേറെ ആഗ്രഹമാണിത് പഴയതുപോലെ പ്രവർത്തിച്ച് കാണണമെന്നുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗത്തിൽ നമ്മൾ ഈ പ്രശ്നം നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് നമുക്ക് മുൻകാലങ്ങളിലും വരാൻ പോകുന്ന രീതികളെയൊക്കെ കുറിച്ചൊക്കെ നമ്മുടെ പ്രസിഡന്റ് വിശദമായിട്ട് ഇവിടെ സംസാരിക്കുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്ഥലം മെമ്പറുമായ ലൈല ചേച്ചി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. നമ്മുടെ ഈ ചന്ത തുടർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പഞ്ചായത്തിൻ്റെ ആഗ്രഹവും. അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ വർഷവും ലേലം വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷവും ലേലം വെച്ചപ്പം ലേലം എടുക്കാൻ ആളില്ലായിരുന്നു. 2-3 പ്രാവശ്യം വച്ചിട്ടും ലേലം എടുക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് ലേലം എടുപ്പിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. എന്നിട്ട് പോലും തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടുകാരുടെ ഒരു പരാതിയും നിരന്തരമായ പത്രവാർത്തകളും ഒക്കെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് പരിശ്രമിക്കാത്തതുകൊണ്ടല്ല, നാട്ടുകാരുടെ സഹകരണവും അതുപോലെ ഇവിടെ വഴിയോരങ്ങളിലെല്ലാം ഇഷ്ടംപോലെ മീൻ കച്ചവടക്കാരാണ്. പിന്നെ മറ്റേത് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് വീട് ഇടാൻ തോറും രാവിലെ 6 മണിക്ക് തന്നെ മീൻ എത്തിക്കുന്ന സംവിധാനമുണ്ട്. 6 മണി മുതൽ 10-11 മണി വരെ എല്ലാ വീടുകളിലും മീൻ എത്തിക്കുന്നുണ്ട്. പിന്നെ വഴിയോരത്തിൽ മീൻ കച്ചവടമുണ്ട്. അതൊക്കെ വഴിയോര കച്ചവടം തടയാൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിച്ചു. അവിടെയൊക്കെ മീൻ കച്ചവടം ചെയ്യരുതെന്നും പറഞ്ഞ് എന്നെ മീൻ വിൽപ്പന നിരോധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് ബോർഡൊക്കെ ചവിട്ടി മുടക്കി ഒടിച്ചെടുത്ത് കളഞ്ഞിട്ട് അവിടെ അതിൻ്റെ മൂട്ടിലിരുന്ന് കച്ചവടം ചെയ്യുന്ന അവസ്ഥയൊക്കെയാണ്. പോലീസിൻ്റെ സഹായവും നമ്മൾ തേടിയിരുന്നു. 1-2 തവണ പോലീസുകാരും വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും കച്ചവടക്കാരെ അവർ ബാധിക്കുന്നില്ല. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് സമിതി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. തുടർന്ന് ചന്ത പ്രവർത്തിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മളെ ആഗ്രഹം. അങ്ങനെ ചന്ത പ്രവർത്തിക്കാൻ വേണ്ടി ഒരു സജഷൻ വയ്ക്കുവാണ്, നിങ്ങളെ മുന്നിൽ സജഷൻ വയ്ക്കുവാണ്. നാട്ടുകാരുടെ മൊത്തം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും അഭിപ്രായം പറയാം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. നമ്മളൊരാളിനെ കണ്ടുപിടിച്ച് ഇതിൻ്റെ കെയർടേക്കറായിട്ട്, അതായത് ഇതിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയൊരു തുക, അത് പഞ്ചായത്തിൽ നിന്ന് ലേലമില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കൂടുന്ന കച്ചവടക്കാർ കയ്യിൽ നിന്ന് ഒരു ചെറിയ തുക പിരിച്ച് ഈ ചന്ത സംരക്ഷിക്കുന്ന, അതായത് തുറക്കുക, അടയ്ക്കുക, ഇവിടെ വൃത്തിയാക്കുക, അങ്ങനെയുള്ള ഒരു ആളിനെ ഏൽപ്പിച്ചുകൊണ്ട് ഈ പുറത്തുള്ള കച്ചവടക്കാരെ എല്ലാം അകത്തോട്ട് ക്ഷണിച്ച് നമുക്ക് ഇവിടെ തന്നെ കച്ചവടം ആരംഭിക്കാം. പക്ഷേ ചന്ത ലേലം കൊടുക്കുന്നില്ല. ചന്തയുടെ വാടകയായിട്ട് പഞ്ചായത്തിന് 1 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കാനുള്ളൊരു തീരുമാനം സമിതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1 വർഷം കൊണ്ട് ചന്തയിൽ കച്ചവടം നടക്കുകയും പടിപടിയായിട്ട് കച്ചവടം നടക്കുന്നതനുസരിച്ച് പടിപടിയായിട്ട് നമുക്ക് പിന്നീട് ലേലത്തിലേക്ക് പോവുകയോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളിലേക്ക് നമുക്ക് പോവുകയോ ചെയ്യാം. നാട്ടുകാരുടെ പ്രദേശവാസികളുടെ അഭിപ്രായത്തിനനുസരിച്ചുകൊണ്ട് മാത്രമേ പഞ്ചായത്ത് ഒരു തീരുമാനം എടുക്കത്തുള്ളൂ. നമുക്ക് മാർക്കറ്റ് പഴയ പ്രൗഢിയോടുകൂടി തന്നെ നമുക്ക് ഇനി കൊണ്ടുപോകാൻ കഴിയണം. അപ്പം പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന 1 വർഷക്കാലത്തേക്ക് നമുക്കിതിൻ്റെ ലേലം ഒക്കെ ഒഴിവാക്കി അതിനകത്ത് ഫീസൊന്നും പിരിക്കാത്ത ഒരു രൂപത്തിലേക്ക് നമുക്ക് വരുന്ന മാർച്ച് മാസം വരെ നമുക്ക് ഈ മാർക്കറ്റ് കൊണ്ടുപോയിട്ട് മാർക്കറ്റ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ലേലമൊക്കെ ആയി നമുക്ക് അപ്പോഴാലോചിക്കാം.
അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. അവരുടെ സംരംഭങ്ങൾ ഇവിടെ കൊണ്ടുവച്ച് വിൽപ്പന നടത്താൻ കഴിയും. അപ്പോൾ പലപ്പോഴും പല മീറ്റിങ്ങുകളിൽ നമ്മൾ പോകുമ്പോഴും കുടുംബശ്രീയുടെ നമ്മൾ തനതായ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഒരു മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ് ഒരു പരാതി വരുന്നത്. പൂതക്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ച് പൂതക്കുളം പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റോർ കുടുംബശ്രീ ഷോപ്പിയുണ്ട്. അതുപോലെ പല കൃഷി ഓഫീസ് നിരന്തരമായിട്ട് അവരുടെ വിപണനം നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് അതൊക്കെ അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ അതെല്ലാം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും, എല്ലാവരും ക്രിയാത്മകമായി മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങളെല്ലാം എല്ലാം മാറ്റിവെച്ച് എല്ലാവരും ക്രിയാത്മകമായി ചർച്ച ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഫീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒഴിവാക്കുക. ഒരാളിനെ വയ്ക്കുന്നെങ്കിൽ ആ ആളിന് എന്തെങ്കിലും കൊടുക്കുന്നതിന് വാർഡ് മെമ്പറുടെ നമ്മൾ പിരിവെടുത്ത് കൊടുത്തോളാം. അതാണ് ഞാനും അതിനകത്തുള്ള ഫീസ് വേണ്ട, കംപ്ലീറ്റ് കച്ചവട പിരിവില്ല. പിന്നെ ചന്തയുടെ ഒരു സമയം ബാക്കിയുള്ള ചന്തകളുടെ സമയം കൂടെ നോക്കി ക്രമീകരിക്കുന്നത് നല്ലതായിരിക്കും. വൈകിട്ടൊരു 7 മണിക്കോ 8 മണിക്കോ കൂട്ടുന്നതായിരിക്കും നല്ലത്. മറ്റുള്ള സ്ഥിരം കച്ചവടക്കാർക്ക് ഇങ്ങനെ ഉണ്ടാകും. എത്രയും അത്യാവശ്യമായിട്ട് തുടർന്ന് പ്രവർത്തിക്കുന്ന ഉള്ള നടപടി ഉണ്ടാവണമെന്നുള്ള ആവശ്യപ്പെടുന്നു. പൈസ ഇവിടെ പിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരത്തില്ല, കച്ചവടക്കാർ ആരും വരത്തില്ല. എല്ലായിടവും പുറത്ത് കച്ചവടം എല്ലാ വീടുകളിലും ചെല്ലുന്നുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചുകൊണ്ട് സതീശനം പറഞ്ഞ ആ ഏൽപ്പിക്കുന്ന ആളിന് പൈസ കൊടുക്കുന്ന സംവിധാനം നടക്കത്തില്ല. പിന്നീട് ഇത്രയും കാലം നടന്ന കാര്യത്തെക്കുറിച്ച് പോയ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ പറഞ്ഞ വഴിയോര കച്ചവടം, വഴിയോരത്ത് ഇവിടെ ഇറച്ചി വിൽപ്പനയുണ്ട്, മീൻ വിൽപ്പനയുണ്ട്, ബ്ലാക്ക് ബോർമുക്കിൻ്റെ അപ്പുറത്ത് റോട്ടി കച്ചവടമുണ്ട്, IOBയുടെ അടുത്ത് റോട്ടി കച്ചവടമുണ്ട്, വിവിധ പ്രദേശങ്ങളിൽ കച്ചവടമുണ്ട്. അതിപ്പോൾ ജനങ്ങളുടെ കുറ്റം കൊണ്ടല്ല. ഈ മീൻ മേടിക്കുന്നവർ നിങ്ങളുടെ വീടിന് മുന്നിൽ കൊണ്ടുവരുമ്പോൾ ആ മീൻ വാങ്ങുന്നവർ നമ്മൾ മാർക്കറ്റിൽ വാങ്ങും എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കൂ. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് പണ്ടത്തെ രീതിയല്ല. നേരത്തെ നമ്മളിവിടെ മീനിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. മലക്കറി വണ്ടി കൊണ്ടുവന്ന് എല്ലാ വീട്ടിലും കൊടുക്കുന്നു, മീൻ കൊടുക്കുന്നു, ഇറച്ചി കൊടുക്കുന്നു, ചപ്പാത്തി കൊടുക്കുന്നു. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ കിട്ടും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ പിന്നെ ആരും തന്നെ വീട്ടിൽ നിന്ന് പുറത്ത് പോയി ഒരു സാധനം വാങ്ങുന്നുണ്ട്. ആ ഒരു അവസ്ഥയാണ്. ഇവിടെ 9 മണിക്ക് തുടങ്ങിയാലോ? 9 മണി തൊട്ട് ഒരു 10 മണി വരെ ആക്കുന്ന ഒരു നിർദ്ദേശമാണ് എനിക്ക് വൈകുന്നേരത്തും ആക്കാം. 9 മണി തൊട്ട് 10 മണി വരെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ മേഖലയിലുള്ളവർ എല്ലാവരും ഇവിടെ വന്ന് മീൻ മേടിച്ച് സാധനങ്ങൾ വിറ്റും സഹകരിക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയായിരിക്കും. ആ ഒരു സമയക്ലിപ്തതയും പിന്നെ ഒരാളിനെ ആക്കുന്ന കാര്യം പറഞ്ഞു, അത് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അത് അവിടുന്ന് കച്ചവടക്കാർ വരും, മീൻ കച്ചവടക്കാർ അവിടുന്ന് വരും. അപ്പോഴേ അതും കൂടെ ആകുമ്പോഴത്തേക്ക് അതും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാമെന്നുള്ളത്. 8 മണിയൊന്നും പറ്റത്തില്ല. 8, 8:30 ആകുമ്പോഴൊക്കെ രാവിലെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്. 9:30 മുതൽ നേരത്തെ 9 മണിയായിരുന്നു. നേരത്തെ 10. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ റോഡ് സൈഡിൽ കച്ചവടം കിട്ടുന്നത് വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഈ ചന്ത വൈകുന്നേരത്തും കൂടെ ഇവിടെ പ്രവർത്തിപ്പിക്കുന്നതിൽ നമ്മൾ എന്തോ ചെയ്യണം എന്നുള്ളതൊന്ന് ആലോചിക്കണം. കാരണം ഈ റോഡ് സൈഡിലുള്ള കൊട്ടയം വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും കച്ചവടമുണ്ട്. ആ കച്ചവടം അവസാനിപ്പിക്കുവാനായിട്ട് നമ്മുടെ പൂതക്കുളം പഞ്ചായത്തിൽ നിന്നും അതേപോലെ തന്നെ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് ഇടപെടിയിപ്പിച്ചുകൊണ്ട് ഈ റോഡ് സൈഡിലുള്ള കച്ചവടത്തിനെ നിയന്ത്രിച്ച് അവർക്ക് ഇവിടെ ഇരിക്കുവാനായിട്ടുള്ള, ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാൻ ഒരു പൈസയുടെയും ചിലവില്ലാതെ ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇവിടെ വന്നിരിക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം എന്ന് വെച്ചാൽ നാളെ അവർ മീൻ കൊണ്ടുവരുമ്പോൾ നിങ്ങളെ ഇന്ന് മാത്രമേ ഞങ്ങൾ മേടിക്കത്തുള്ളൂ, നാളെ നിങ്ങൾ മേടിക്കണമെങ്കിൽ മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറയണം. നിങ്ങൾക്ക് ഇന്ധന ചിലവൊന്നും ഇല്ലാതെ മത്സ്യം വിൽക്കാനും പറ്റും എന്നിങ്ങനെ അവരുടെ അടുത്ത് പറയണം. അതൊരു നല്ല നിർദ്ദേശമായിരിക്കുമല്ലോ. അല്ലേ, 9 മണിക്ക് ചന്ത ആരംഭിക്കുക. നമുക്കിവിടെ പിന്നെ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. ഒരു 10-10:30 മണി വരെ കച്ചവടക്കാർ ഇരിക്കുമെങ്കിലും ഒക്കെ അങ്ങനെ കച്ചവടം ചെയ്യാൻ ഇവിടെ അടയ്ക്കുന്നില്ല. ഗേറ്റ് വൈകുന്നേരത്ത് ഗേറ്റ് അടയ്ക്കുന്ന രീതിയിൽ മാത്രമാക്കാം. പിന്നെ അന്തിച്ചന്ത എന്ന് പറയുന്ന വൈകിട്ടുള്ള ചന്ത വേണോ വേണ്ടേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉള്ളൊരു കൺഫ്യൂഷൻ. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കൂട്ടുകാരോടാണ് പറയാനുള്ളത്. വീട്ടമ്മമാർ ഈ കുട്ടി പറഞ്ഞതുപോലെ എന്താ ചെയ്യേണ്ടത്, നാളെ മീൻ കൊണ്ടുവരുമ്പോൾ ഇന്നും കൂടെ നിങ്ങളെ വാങ്ങിക്കാം, അടുത്ത ദിവസം തൊട്ട് ഞങ്ങൾക്ക് ചന്ത ആരംഭിക്കുകയാണ്, നിങ്ങൾ ചന്തയിൽ കൊണ്ടുവന്നാൽ മതി, ഞങ്ങൾ അവിടെ വന്ന് വാങ്ങിച്ചോളാം എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 9-ാം തീയതി രാവിലെ ആക്കാം. അപ്പോൾ വെള്ളിയാഴ്ചയാവും. ആ ഡേറ്റിന് വല്ല കുഴപ്പമുണ്ടോ? വെള്ളിയാഴ്ചക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ 9-ാം തീയതി രാവിലെ വെള്ളിയാഴ്ച നമുക്ക് ഉദ്ഘാടനം ചെയ്യാം.
ആരെങ്കിലും 2-3 ആളുകളെ പറഞ്ഞ് ഇടപെടി. അതിനകമ്പച്ച് ഇവർക്കൊക്കെ ഈ വഴിയോര കച്ചവടക്കാർക്ക് ഒരു അറിയിപ്പം കൊടുക്കണം. ഇവിടെ ഒരു സബ് കമ്മിറ്റി ഇപ്പോൾ കൂടുതൽ ഇതിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ പിരിവൊന്നും ഇവിടെ എടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ സാമൂഹ്യ വിരുദ്ധർ കയറി നശിപ്പിക്കാതിരിക്കണം. അപ്പോൾ ഈ പ്രദേശത്തുള്ളവരുടെ ഒരു കമ്മിറ്റി, അത് സാറും അധ്യക്ഷനും കൂടെ കൈകാര്യം ചെയ്യും. സംരക്ഷണ കമ്മിറ്റി ഉണ്ടാകണം. അപ്പോൾ അതിന് വാർഡ് മെമ്പർ, കൺവീനറും നമുക്കിവിടെ ഉള്ള മുൻ മെമ്പർമാരെല്ലാം ഉണ്ട്. ഈ വാർഡിനെ പ്രതികരിച്ചിട്ടുള്ള എല്ലാ മുൻ മെമ്പർമാരും, പിന്നെ പരിസരത്തുള്ള മെമ്പർമാരുണ്ട്, പിന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഓരോ പ്രതിനിധികളെയും കൂടെ കൊടുക്കണം. അതെല്ലാം എത്രയും പേരെ വെച്ചുകൊണ്ട് നമുക്കൊരു സബ് കമ്മിറ്റി ഇവിടെ ഉണ്ടാകണം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരു ഫീസ് നമ്മൾ വാങ്ങിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പഞ്ചായത്തിന് ഇനി അങ്ങോട്ടൊരു പൈസയും കൂടെ കൊടുക്കാൻ പറ്റത്തില്ല. അത് ഓഡിറ്റ് ഒബ്ജക്ഷനൊക്കെ വരും. അപ്പോൾ ഒരാളെ സംരക്ഷിക്കാനും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ആരെങ്കിലും ഒരാളെ നമുക്ക് സന്നദ്ധമായിട്ട് തന്നെ കണ്ടെത്തണം. ഇപ്പോൾ ജോയിൻ തന്നെ നേരത്തെ പറഞ്ഞു, ഗേറ്റ് ഇപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങളേ ഉള്ളൂ. സമയങ്ങളിൽ ഗേറ്റ് തുറന്നു കൊടുക്കുക, സമയത്ത് ഗേറ്റ് അടയ്ക്കുക, പിന്നെ ക്ലീനിങ് പരിപാടികളുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം March 31 വരെ ഫ്രീ ആയിട്ട് നമുക്ക് പോകും. എന്നും നമുക്കത് കഴിയത്തില്ല. അത് മാർക്കറ്റിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കണം. അത് അങ്ങനെയുള്ള ഭാരിച്ച ആരെയും നമ്മളെ നാട്ടുകാർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ കിട്ടുന്ന, സേവനം കിട്ടുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ഫീസൊക്കെ പിരിച്ചാൽ മതി. കൂടുതൽ ഫീസൊന്നും നമുക്ക് പിരിക്കേണ്ട ഒരു കാര്യമില്ല.